കേരള സ്റ്റോറി റിലീസ് ചെയ്യും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പ്രദർശനാനുമതി നൽകിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിലാണ് ബെഞ്ചിന്റെ ഉത്തരവ്. സാലി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് നമുക്കറിയാം, ഇന്നലെ സിംഗിൾ ബെഞ്ച് ഈ സിനിമയുടെ പ്രദർശനാനുമതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരുന്നു. 15 ദിവസത്തേക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരുന്നത്. അതിനെതിരെ ഇന്നലെ വൈകിട്ട് തന്നെ നിർമ്മാതാക്കൾ കോടതിയെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ച് ആ ഹർജി ഇന്നലെ രാത്രി 7 മുതൽ 9 വരെ കേട്ടിരുന്നു. അത് കേട്ടതിന് ശേഷം ഇന്നത്തേക്ക് ഓർഡറിന് റിസർവ് ചെയ്തിരുന്നു. ഇപ്പോൾ കേസ് എടുത്തിട്ട് ഓപ്പൺ കോർട്ടിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഓർഡറിലേക്ക് പോവുകയാണ്. ഓർഡറിൻ്റെ എന്താണ് അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് ഇപ്പോൾ ഓപ്പൺ കോടതിയിൽ പറഞ്ഞിട്ടില്ല. എന്താണ് സാങ്കേതികമായ കാരണങ്ങളാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത അക്കാര്യത്തിലില്ല. പക്ഷേ ഏതായാലും കേരള സ്റ്റോറി 2 വിവാദ ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത നടപടി ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തിരിക്കുന്നു, നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ കേരള സ്റ്റോറി പ്രദർശനത്തിലുള്ള വിലക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇന്നാണ് സിനിമ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. ഇന്ന് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ആ തീയതിക്ക് തലേന്ന് സ്റ്റേ വന്ന പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കൾ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അവർ സമീപിച്ചത്. പക്ഷേ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയ മർമ്മപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇത് കേരള സ്റ്റോറി എന്ന പേരെന്തുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഇക്കാര്യത്തിലുള്ള ആശങ്ക കോടതിക്ക് അവഗണിക്കാനാവില്ല. ഏതെങ്കിലും സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു കഥ നിങ്ങൾ ഉണ്ടാക്കിയത്, എന്തെങ്കിലും ബേസ് ഇതിനുണ്ടോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങളുടെ തുടർച്ച എന്നോണമാണ് സിംഗിൾ ബെഞ്ച് ആ സെൻസർ ബോർഡിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. വൈകിട്ട് 7:30 മുമ്പ് തന്നെ 5 മണിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി അവർ പോകുന്നു. നിർമ്മാതാക്കളുടെ അപ്പീൽ അടിയന്തരമായി ആ കോടതി പരിഗണിക്കുന്നു. അതിനുശേഷം 9:30 വരെ വാദം കേൾക്കുന്നു. അല്പം മുമ്പ് കോടതി ഡിവിഷൻ ബെഞ്ച് ചേർന്ന് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു, നിർമ്മാതാക്കളുടെ അപ്പീൽ അലോ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയും PV ബാലകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി ഇന്നോ നാളെ കൂടി ഈ കോടതിയിലുള്ളൂ. അദ്ദേഹം ചെന്നൈ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പ്രൊമോഷൻ ലഭിച്ചു ഇന്നലെയോ കഴിഞ്ഞ ദിവസം. മിനിയാന്ന് അതിൻ്റെ ഓർഡർ ഇറങ്ങി. അദ്ദേഹം ഓർഡർ ലഭിച്ചതിന് ശേഷമാണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹം ചെന്നൈക്ക് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഓർഡർ പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഓർഡർ പറഞ്ഞിരിക്കുന്നു. ഈ ഓർഡർ പ്രിൻ്റഡ് ഫോം അല്ലെങ്കിൽ ഉത്തരവിൻ്റെ പകർപ്പ് ആയി പുറത്തു വന്നിട്ടില്ല. ഹൈക്കോടതിയുടെ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഏതായാലും റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നു. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സാലി, ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കാണാൻ കോടതി തയ്യാറായിട്ടില്ല. മറ്റ് ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്? അതായത് 2-3 ടെക്നിക്കൽ റീസൺസ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. അതേപോലെ സമാന സ്വഭാവമുള്ള സാങ്കേതിക കാരണങ്ങളാൽ വാദത്തിനിടെ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ രാത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിർമ്മാതാക്കൾ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ: ഒന്ന്, സെൻസർ ബോർഡ് അനുമതി നൽകിയ ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി റദ്ദാക്കാൻ കോടതികൾക്ക് അധികാരമില്ല, ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം. അതുകൊണ്ട് തന്നെ കോടതിക്ക് പ്രദർശനം തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയ ഒരു പേര് വൈ ഈസ് കേരള എന്ന നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് കേരളം എന്ന പേര്? കേരള സ്റ്റോറി എങ്ങനെയായി? കേരളത്തിൽ നിന്ന് ആരെങ്കിലും ആണോ ഈ ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും അങ്ങനെ കഥാപാത്രങ്ങളായി വരികയൊക്കെ ചെയ്തത് എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ സിനിമയുടെ പേരായിരുന്നു സിംഗിൾ ബെഞ്ച് തർക്കമായി ഉന്നയിച്ച മറ്റൊരു ഇഷ്യൂ. അത് ഹർജിക്കാരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പം ഒരു സിനിമയ്ക്ക്, ഒരു കലാസൃഷ്ടിക്ക് പേരിടുക എന്നുള്ളത് ആ കലാസൃഷ്ടി നടത്തിയ ആളുടെ അല്ലെങ്കിൽ ഈ കലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ, സിനിമയുടെ കാര്യത്തിൽ അതിൻ്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ, അവരുടെ അവകാശമാണ്. അതിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വാദം. പിന്നീട് വന്ന മൂന്നാമത്തെ വാദം ഇത് കാലതാമസമാണ്. ടീസർ 15 ദിവസം മുമ്പ് ഇറങ്ങിയതാണ്. 16ാമത്തെ ദിവസമാണ് ടീസർ കണ്ടിട്ട് അത് കേരളത്തെ അവമാനിക്കുന്നതാണെന്ന് ഹർജിക്കാർക്ക് തോന്നിയത്. അതുകൊണ്ട് 16ാമത്തെ ദിവസം ഹർജി കൊടുത്തു. ആ കാലതാമസം അത് അനുവദിക്കാനാവില്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ്റെ, ഈ നിർമ്മാതാവിൻ്റെ മറ്റൊരു വാദം. പിന്നെ
പ്രദർശനം ഇന്ന് നിശ്ചയിക്കുന്നു, ഇന്നലെ കോടതിയിൽ പോകുന്നു, ഇന്ന് അന്ന് തന്നെ സ്റ്റേ ചെയ്യുന്നു. അതായത് പ്രദർശനം നിശ്ചയിച്ചതിൻ്റെ തൊട്ട് തലേ ദിവസം സ്റ്റേ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തികവും മറ്റുമായ ബാധ്യതകളുണ്ട് ഒരുപാട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ നിർമ്മാതാക്കൾ കോടതിയിലെത്തിയത്. ആ വാദത്തിനിടെ ഡിവിഷൻ ബെഞ്ച് ഒരു കാര്യം ചോദിച്ചിരുന്നു. ഈ സിനിമയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് ഹർജിക്കാർ, സിനിമയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഇവർ പബ്ലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായി ആയല്ലേ ഇത് കൊടുക്കേണ്ടത്, പൊതു താൽപ്പര്യ ഹർജി ആയല്ലേ ഇത് വരേണ്ടത് എന്ന് ഈ ജസ്റ്റിസ് ധർമാധികാരി ഇന്നലെ തന്നെ കോടതി ഓപ്പൺ കോർട്ടിൽ ചോദിച്ചിരുന്നു, രാത്രി വാദം കേൾക്കുന്നതിനിടെ. അങ്ങനെയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലാണ് പൊതു താൽപ്പര്യ ഹർജികൾ പരിഗണിക്കൂ, ഇത് സിംഗിൾ ബെഞ്ചിലാണ് വന്ന് അങ്ങനെ ചില സാങ്കേതിക വശവും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പം ഇതെല്ലാം ചേർന്നാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത് വിഷയത്തെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ. ഈ ഓർഡറിൻ്റെ പകർപ്പ് പുറത്ത് ലഭിച്ചാൽ മാത്രമേ എന്ത് ബേസിലാണ് ഇത്തരമൊരു തീരുമാനം കോടതി എടുത്തത് എന്നുള്ളതാണ്. സിംഗിൾ ബെഞ്ച് വ്യക്തതയോടെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു. ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. കേരളീയരുടെ ഇക്കാര്യത്തിലുള്ള ആശങ്കയെ ഈ കോടതിക്ക് കാണാതിരിക്കാനാവില്ല, അവഗണിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട് എന്നുവരെ ഇന്നലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇൻ്ററിം ഓർഡറിൽ വ്യക്തമാക്കിയതാണ്. അപ്പം ആ വാദത്തിനിടെ കോടതി പറഞ്ഞ പരാമർശങ്ങൾ, ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് പരിധി വിട്ടു എന്നാരോപിച്ചാണ് സിംഗിൾ ബെഞ്ചിൻ വിധിക്കെതിരെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ച് ആ കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചതും പരിഗണിച്ചതും. അപ്പം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ വന്നു. അതിലേത് കാരണമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്.